അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ. നാലാമതായിട്ട് ഈശോയുടെ മുൾമുടി ആണ്. ന്യായീകരണ കൊണ്ടുള്ള മുൾമുടി അടിച്ചമർത്തിയപ്പോൾ ചിന്തുന്ന രക്തം നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 19 അധ്യായത്തിലും മത്തായി 27 ഒക്കെ. ഇവിടെ നമ്മൾ അതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ന്യായീകരണം വെച്ച് മുൾമുടി കർത്താവിനെ ധരിപ്പിച്ചത്? കർത്താവിന്റെ ആ മുൾമുടി തലയിലോട്ട് വെച്ചപ്പോൾ തല മാത്രമല്ല, കണ്ണുകളിൽ കൂടി ആ മുള്ള ഇറങ്ങി, അതിലൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. എന്തിനാണിത് ഈശോ സഹിച്ചത്, ആ രക്തം ചിന്തിയത് ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാമോ, ഏഴത്തോട്ടത്തിൽ വെച്ച് ആരം പാപം ചെയ്തപ്പോൾ കർത്താവ് ഭൂമിയെ ശപിച്ചു. എന്നിട്ട് പറഞ്ഞെന്താണ്? നീ എന്തെല്ലാം കൃഷികൾ ചെയ്താലും അത് മുൾച്ചെടികളായിരിക്കും നിനക്ക് ഫലം തരുന്നത് എന്ന്. ആ ശാപത്തെ പറ്റിയൊക്കെ നാളെ പറയും. അത് ഞാൻ പറയാൻ കാരണം അവിടെ വെച്ച് ഈ മുൾച്ചെടികളും നമ്മൾ ഉദാഹരണമായിട്ട് ഗോതമ്പ് വിളയ്ക്കുന്നു, നെല്ല് വിളയ്ക്കുന്നു, അവിടെ മുള്ളുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അർത്ഥം എന്താണ്? കൃഷി മോശമായതാണ് അല്ലേ? അപ്പോൾ മുൾപ്പടർപ്പും മുൾച്ചെടിയും കാണിക്കുന്ന ദാരിദ്ര്യമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തെ ഫലം കിട്ടാതെ വരുന്നതാണ് മുൾച്ചെടി. എന്തിനാണ് ഈശോ ഈ കുരിശിൽ ഈ തലയിലേക്ക് ഈ മുൾമുടി അടിച്ചു കയറ്റപ്പെടാൻ രക്തം ചിന്തുവാനും തിരുവുള്ളമായത്? നമ്മളെ ധന്യരാക്കുവാൻ. ഹല്ലേലൂയ. നമ്മളെ പണമുള്ളവരാക്കുവാൻ. രണ്ട് തരത്തിൽ നമുക്ക് ധന്യരാക്കാൻ കഴിയും. 2 കൊരിന്ത്യർ അധ്യായം 8-9, 2 കൊരിന്ത്യർ അധ്യായം 8-9, വെളിപാടിന്റെ പുസ്തകം 3:17 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ ശൂന്യരാക്കിയത് നമ്മളെ നിറയ്ക്കാനാണ്. അവൻ തന്നെ ദരിദ്രനാക്കിയത് നമ്മളെ സമ്പന്നരാക്കുവാനാണ്. വെളിപാട് പുസ്തകം പറയുന്നു, നീ ദരിദ്രനാണെങ്കിൽ എന്റെ അടുക്കൽ വരും, നിനക്ക് അത് ഞാൻ ഭക്ഷിക്കാൻ തരാം. നീ നഗ്നനാണെങ്കിൽ എന്റെ അടുക്കൽ വരും, ഞാൻ നിന്നെ ഉടുപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗമികമായിട്ടുള്ള പട്ടിണിയും ദാരിദ്ര്യവും മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് ഈശോ രക്തം ചിന്തിയത്. ഹല്ലേലൂയ. അവരുടെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈശോ നമ്മളെ ധന്യരാക്കും, ആധ്യാത്മികമായിട്ടും ഭൗമികമായിട്ടും. മാത്രമല്ല അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു രാജാവ്, രാജാതിരാജൻ, ജൂതന്മാരുടെ രാജാവ്. ന്യായീകരണം കൊണ്ടുള്ള ആ മുടി ധരിച്ചതിനർത്ഥം അവിടുത്തെ എളിമയാണ്. മാത്രമല്ല ദാരിദ്ര്യത്തിൽ സഹിക്കാനുള്ള ശക്തി. ഹല്ലേലൂയ. പലരും ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഈശോയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കുവാനാണ് അവിടുന്ന് രക്തം ചിന്തിയത്. ഹല്ലേലൂയ. നമ്മൾ പണമുള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും ഇല്ലായ്മയിലും ഉള്ളായ്മയിലും എപ്പോഴും ഈശോയെ സ്നേഹിച്ചോട് സ്തുതിച്ച് സന്തോഷത്തിൽ കഴിയേണ്ടവരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്താണ്? അഭിഷേകം. ഇത് നമുക്ക് വേണ്ടുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. 5 ഈശോയുടെ വീഴ്ചയിൽ ചിന്തിയ രക്തം. നമ്മൾ 14 സ്ഥലം നടത്തുമ്പോൾ, കുരിശിന്റെ വഴി നടത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് 3 ഓണ കർത്താവ് വീണെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 3 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സംഖ്യയാണ്. അപ്പൊ 3 ഓണയല്ല വീണത്, പലതവണ വീണു. പലതവണ, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ തുരുതുക വീണു. നമുക്ക് അനുമാനിക്കാൻ കഴിയും. രക്തം പാർന്നു പോയ വിളവിൽപ്പോയ മനുഷ്യൻ ആ 35 കിലോഗ്രാം തൂക്കമുള്ള കുരിശിൽ തോളി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എത്രമാത്രം എത്ര തവണ കാലിൽ വീണ് കാണുമെന്ന്. ഈ വീണപ്പോഴെല്ലാം മുട്ടുപൊട്ടി ചോര ഒഴുകിയിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് സഹിച്ചത്? ഈശോ പറഞ്ഞു,
നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരുവാൻ. മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ സ്വയം ശൂന്യവൽക്കരിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരുമെന്നാണ് ഈശോ നിന്നോടും എന്നോടും പറയുന്നത്. ഈ കുരിശെടുക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൃപയുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ സാധിക്കും. ഈ അഭിഷേകമാണ് രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാക്കേണ്ടത്. ഹല്ലേലൂയ. ചിലപ്പോൾ കുടുംബജീവിതമാകുന്ന കുരിശായിരിക്കാം, ചിലപ്പോൾ കുടിയനായ ഭർത്താവാകുന്ന കുരിശായിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ദുർനടപ്പുകാരിയായ ഭാര്യയാകുന്ന കുരിശായിരിക്കാം. ഒരുപക്ഷെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന കുരിശ് ഒരു മകനോ മകളോ ആയിരിക്കാം. കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ പോകൂ. കുരിശിനെ തിരസ്കരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, എടുത്തുകൊണ്ട് വേണം പോകുവാൻ. അത് നമ്മുടെ വിശുദ്ധീകരണത്തിലാണ്. സഹനത്തെ പറ്റിയുള്ള ക്ലാസുകൾ ഞാൻ തരുന്നുണ്ട്. എങ്കിലും മുൻകൂട്ടി പറയുന്നു, ഈ കുരിശെടുക്കാനുള്ള ശക്തി കർത്താവ് ആ വീണപ്പോൾ ചിന്തിയ രക്തത്തിലൂടെ നമുക്ക് കിട്ടുന്നു. ഹല്ലേലൂയ. കുരിശ് അഭിഷേകമാണ് അത് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. കർത്താവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ പിന്തുടരാൻ കഴിയും. ആറാമതായിട്ട് യൂതന്മാര് അവരെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് കയ്യപ്പാസിന് മുമ്പിൽ ചവിട്ടി തളിച്ചു, അവിടുത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഞാങ്കിനെ പിടിപ്പിച്ചിട്ട് ചെവിട്ടിട്ട് വലിച്ചു, കൈക്കും കാലും എല്ലാം അടിച്ചു. നിങ്ങൾ ഓർക്കണം, ശരീരം മുഴുവൻ മുറിവുള്ള ഒരു വ്യക്തി അടിക്കുമ്പോൾ രക്തം ചീറ്റും അല്ലേ? അവിടെയും രക്തം ചീന്തി. എന്തിനാണ് അത് ചെയ്തത്? കണിശമാറ്റം ഇന്നും ക്രൈസ്തവൻ പീഡിപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പീഡനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ് അതിലൂടെ കർത്താവ് രക്തത്തിൽ ചിന്തിയത്. ഇന്ന് നമുക്കറിയാം ഏറെയേറെ മതപീഡനങ്ങൾ. നമ്മൾ കേരളത്തിലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്. എന്ന് പോകും നമുക്കറിയത്തില്ല. എപ്പം വേണമെങ്കിലും പോയിട്ട് വരാം. ഇപ്പൊ പശുവർച്ചിയൊക്കെ തിന്നുന്ന ഒരു പക്ഷേ നാളെ വരാൻ പോകുന്നത് കേരളത്തിലും പശുവർച്ചി പാട്ട് തിന്ന്. പശുവർച്ചി ഒരു പ്രശ്നമല്ല, പോത്തിൻ്റെത് മതി. അല്ല, ഒരു പക്ഷെങ്കിൽ പള്ളിയിലെ കുരിശെടുത്ത് മാറ്റണം. ഞായറാഴ്ച അവധി ദിവസം എടുത്ത് മാറ്റുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പള്ളി ഞായറാഴ്ച പോകാൻ പറ്റാതെ വരുന്നു. പലതും ഒരു പക്ഷെങ്കിൽ നമ്മുടെ കേരളത്തിലും വന്ന് ഭവിച്ചുകൊണ്ട് വരാം. ഹല്ലേലൂയ. മാത്രമല്ല, നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നിനക്ക് ജോലി കിട്ടിയില്ല എന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നോട് ചെറുപ്പക്കാർ ഇന്നലെ പറഞ്ഞു വെച്ച പൂജ അവധിയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നെയാണ് വണ്ടി ഓടിക്കാനായിട്ട് ട്രാൻസ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അന്വേഷിച്ച് വിടാൻ പറ്റില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതിൻ്റെവർക്കെല്ലാം അവധി കൊടുത്തു, ജോലി ചെയ്യാനായിട്ട് ക്രിസ്ത്യാനിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏറെ പീഡനങ്ങൾ വരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെയാണ് പീഡനത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി വേണം. ഇല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകും. എന്റെ മകൻ ജോസഫിനെ പോലെ കൈവെട്ടിയാലും കാല് വെട്ടിയാലും തല വെട്ടിയാലും എന്റെ യേശുവിനായി എന്നുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ, എല്ലാ പീഡനങ്ങളും ശക്തി കിട്ടണമെങ്കിൽ ഈശോയെ വിട്ടു നോക്കൂ. ഇടിയും തൊഴിയും ചടയും കൊണ്ട് രക്തം ചിന്തി അവന്റെ രക്തത്തിന്റെ ശക്തി നമുക്കുണ്ട്. ആ രക്തത്തിൽ നമുക്ക് ശക്തി നേടിയെടുക്കാം. ഹല്ലേലൂയ. ഏഴാമതായിട്ട് കർത്താവിന്റെ കൈകളിൽ ആണിയടിച്ചപ്പോൾ ചിന്തിയ രക്തം. ഒരു വിഷയം നിങ്ങൾ ആ പാഷൻ ഫിലിം കണ്ടപ്പോ കണ്ടു കാണും. കുടുകൂടാന്ന് ചോര ഒഴുകുന്നത് ആണിയടിച്ചിറക്കിയപ്പോൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ, എന്തിനാ ഈശോ ആ സഹനം ശ്രമിച്ചു? ഈശോ എന്തിന് ആ കൈകളിലൂടെ രക്തം ചെയ്തി നോക്കാം. നമുക്കറിയാം, ആരും മാതാപിതാക്കൾ ചെയ്ത പാപത്തിലൂടെ അവർക്ക് സൃഷ്ടികളുടെ മേലുണ്ടായിരുന്ന അധികാരം മുഴുവൻ നഷ്ടമായി. അധികാരങ്ങൾ മുഴുവൻ ഒരാൾക്ക് കൊടുത്തു, പിശാചിന് അടിയറ വെച്ചു. ഇത് ഈശോ തന്റെ അധികാരത്തിലൂടെ തിരിച്ചു നൽകുകയായിരുന്നു. നമുക്കറിയാം, പത്രോസിന് കൊടുത്ത ആ താക്കോലും അതുപോലെ തന്നെ അപ്പസ്തലന്മാരെ ഊരിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടുമെന്ന് പറഞ്ഞ് അധികാരം കൊടുക്കുന്നതും അവസാനം താക്കോൽ കർത്താവ് പത്രോസിനെ താക്കോൽ ഏൽപ്പിക്കുന്നതെല്ലാം ഒത്തിരി പറഞ്ഞു പോകാനുള്ള കാര്യം പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈശോ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ അധികാരം വീണ്ടും നൽകുകയായിരുന്നു. ഹല്ലേലൂയ. ഈ രക്തം ചിന്തയിലൂടെ പിശാചിന്റെ അധികാരം പിടിച്ചെടുത്ത് നമ്മൾ ദൈവമക്കൾക്ക്, യേശുവിനെ അനുകരിക്കുന്നവർക്ക് കർത്താവ് നൽകുകയാണ്. ഇനി കൈയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പാപങ്ങളുടെ ഭൂരിപക്ഷവും ചെയ്ത് കൈകൊണ്ടാണ്. അതിന്റെ പരിഹാരം കൂടി അവിടുന്ന് സഹിച്ചു. ദൈവമേ
ദൈവമേ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ദൈവമേ ആരാധന 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 ദൈവമേ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ദൈവമേ ദൈവമേ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ